ഒരു മീഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാധ്യമം വിചാരിച്ചാൽ ഏതൊരാളിനെയും ലീഡറാക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാകാൻ പറ്റി. കോൺഗ്രസിലെ സമവാക്യങ്ങളിൽ സതീശന്റെ കൂടെ നിൽക്കാൻ പറ്റി. ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു അച്യുതണ്ട് രൂപപ്പെട്ടു വന്നു. അപ്പോൾ വി ഡി സതീശനാണ് ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ളൊരു ഒന്നാം കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ എപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പും സമവാക്യമൊക്കെ ഉണ്ട്. ഇത് നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയം വന്നത്. രാഹുൽ മാങ്കൂട്ട അയച്ച മെസ്സേജാണ് നമ്മൾ ചാനലുകളിൽ കാണുന്നത്. ഇങ്ങോട്ട് എന്ത് മെസ്സേജ് അയച്ചു എന്നുള്ളത് മാസ്ക് ചെയ്തിരിക്കുകയാണ് പലപ്പോഴും. അപ്പോൾ ഇങ്ങോട്ട് എന്ത് മെസ്സേജ് അയച്ചത് ആ ഒരു ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം കേസ് കൊടുത്തിട്ടില്ല. ഇരകളെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളും കേസ് കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനും കേസ് കൊടുത്തിട്ടില്ല. ഹൂ കേഴ്സ് എന്നൊരു വാക്ക് അതിൽ നിന്നാണ് ചാനലുകൾ പിടിച്ച് രാഹുലിലേക്ക് കൊണ്ടുപോയത് കാര്യങ്ങൾ. പക്ഷേ രാഹുലിന് വേണമെങ്കിൽ ഇത് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു തുടക്കം മുതൽ. പക്ഷേ രാഹുൽ ഡിഫെൻഡ് ചെയ്തില്ല. അതിന് പകരം മാധ്യമങ്ങളോട് ഒരു വേറൊരു അപ്രോച്ച് കൊടുത്തു. നിങ്ങൾ എന്തോ കള്ളം കണ്ടുപിടിച്ചു വന്നു എന്നുള്ള നിലയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് അദ്ദേഹം പ്രതിരോധത്തിലായത്. എന്തായാലും പാർലമെന്ററി സമിതിയിൽ നിന്ന് മാറ്റിവിട്ടു. കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം തടി രക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം 35 വയസ്സിലെ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടുള്ളൂ. ചെറിയ പ്രായത്തിൽ വലിയ പദവി കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പക്വത കാണിക്കാതെ വന്നാൽ വലിയ വിഷയമായിരിക്കും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണിത് ക്ലിയർ ചെയ്ത് വരേണ്ടത്. അദ്ദേഹത്തിന് അറിയാം ഇതാരുമായിട്ടുള്ള സൗഹൃദം വെച്ചു എന്തൊക്കെയാണെന്നുള്ളത്. അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് വന്നാൽ ഒരു രാഷ്ട്രീയ ഭാവിയിൽ എന്തായാലും ഒരു കരടുണ്ട്, കൃത്യമായ കരടുണ്ട്. പിന്നെ പാർട്ടിക്കകത്തൊക്കെ സീറ്റ് കൊടുക്കുമായിരിക്കും. കാരണം രാഷ്ട്രീയത്തിൽ അസംഭവ്യമല്ല, എല്ലാം വരുന്നുണ്ട്.